ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 2 ചാപ്റ്ററുകളാണ് നോക്കിയത്. അതെല്ലാവരും പഠിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും, 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. അപ്പം ഈ പരസ്പരം ആശ്രയിക്കുന്ന ഈ ബന്ധമാണെന്ത്? ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്, അഥവാ ഫുഡ് വെബ്. വിവിധ ആഹാര ശൃംഖലകൾ തമ്മിൽ ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതാണ് ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖലാജാലത്തിൽ വിവിധ ആഹാര ശൃംഖലകൾ തമ്മിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഒരു ജീവി ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകാം. ഒരു ജീവി ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. അപ്പം ഈ പരസ്പര ബന്ധമാണ് എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഇനി ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ. ജീവികളിൽ ഊർജം ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് കൈമാറുന്ന ക്രമമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ. ജീവികളിൽ നിന്ന് ഊർജം ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് കൈമാറുന്ന ക്രമമാണെന്ത്? ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖലയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് അറിയാമോ? അത് ഉൽപാദകരിൽ നിന്നാണ്, അഥവാ സസ്യങ്ങളിൽ നിന്നാണ്. എന്തിൻ്റെ തുടക്കം? ആഹാര ശൃംഖലയുടെ തുടക്കം സസ്യങ്ങളിൽ നിന്ന്. അതിനൊരു ഉദാഹരണമാണ് പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. ഇവയാണ് ഒരു ആഹാര ശൃംഖല. അതായത് പുല്ല് പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ കോഴി ഭക്ഷിക്കുന്നു, കുറുക്കൻ കോഴിയെ ഭക്ഷിക്കുന്നു, കഴുകൻ കുറുക്കനെ ഭക്ഷിക്കുന്നു. ഇതാണൊരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാണ്? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്? സസ്യങ്ങൾ അഥവാ ഉൽപാദകർ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാണ്? സസ്യങ്ങൾ അഥവാ ഉൽപാദകർ. എന്താണ് ഈ ഉൽപാദകർ? സസ്യങ്ങളെ എന്തുകൊണ്ടാണ് ഉൽപാദകർ എന്ന് വിളിക്കുന്നതെന്നറിയാമോ? കാരണം അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നതുകൊണ്ട്. എന്താണ്? സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെയാണ് ഉൽപാദകർ എന്ന് വിളിക്കുന്നത്. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെയാണ് ഉൽപാദകർ എന്ന് വിളിക്കുന്നത്. അപ്പം ആരാണ് ഉൽപാദകർ? സസ്യങ്ങൾ. ആഹാര ശൃംഖല ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാണ്? സസ്യങ്ങൾ അഥവാ ഉൽപാദകർ. സസ്യങ്ങളാണ് പ്രധാന ഉൽപാദകർ. ഇവ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുന്നു. സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം വഴിയാണ് ആഹാരം നിർമ്മിക്കുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടണുകൾ. പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണെന്ത്? പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ, അവയെന്താണ് വിളിക്കുന്നത്? പ്ലവകങ്ങൾ. ഇവ ജലജീവികളുടെ പ്രധാന ആഹാര ഉറവിടമാണ്. ജലജീവികളുടെ പ്രധാന ആഹാര ഉറവിടം ഏതാണ്? പ്ലവകങ്ങൾ. എന്താണ് പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ, അവയാണ് പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവാസം അഥവാ ഹാബിറ്ററ്റ് എന്താണെന്ന് നോക്കാം. ഒരു ജീവി ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന സ്വാഭാവിക പരിസ്ഥിതിയാണ് ആവാസമെന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന സ്വാഭാവിക പരിസ്ഥിതി എന്താണ് വിളിക്കുന്നത്? ആവാസം. ഒരു ജീവി ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന സ്വാഭാവിക പരിസ്ഥിതിയാണ് ആവാസം എന്ന് പറയുന്നത്. ഓരോ ജീവിക്കും അതിന് അനുയോജ്യമായ ആവാസം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ ആവാസമുണ്ട്, അതുപോലെ തന്നെ മത്സ്യത്തിന് ജീവിക്കാൻ അനുയോജ്യമായ ആവാസമുണ്ട്. അപ്പം എല്ലാ ജീവിക്കും ജീവിക്കുന്നതിന് അനുയോജ്യമായൊരു ആവാസം ഉണ്ടായിരിക്കും.
ഉദാഹരണങ്ങളാണ് വനം, പുൽമേടുകൾ, മരുഭൂമി, ജലാശയങ്ങൾ, കടൽ, കുളം എന്നിവയൊക്കെ എന്തിനുദാഹരണങ്ങളാണ്? ആവാസത്തിന് ഉദാഹരണമാണ്. ഇനി കുറച്ച് അധിക വിവരങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആഫ്രിക്കൻ ഉഭയജീവിയാണ് എന്ത്? ആഫ്രിക്കൻ മുഷി. ഇവ നമ്മുടെ നാടൻ മത്സ്യങ്ങൾക്കൊരു ഭീഷണിയാണ്. ഇവ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെ ആഹാരമാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലാശയങ്ങളിലെ മത്സ്യങ്ങൾക്ക് അഥവാ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതൊരു ഭീഷണിയാണ്. ഏതാണ് മത്സ്യം? ആഫ്രിക്കൻ മുഷി. ഇനി ആഗോള കടുവ ദിനം എന്താണ്? ജൂലൈ 29. ആഗോള കടുവ ദിനം എന്താണ്? ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചത് എന്നാണ്? 1973 ഏപ്രിൽ 1. 1973 ഏപ്രിൽ 1 എന്താണ് ആരംഭിച്ചത്? പ്രൊജക്റ്റ് ടൈഗർ. പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചത് 1973 ഏപ്രിൽ 1. ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ സസ്യങ്ങൾ എന്ത് നിർമ്മിക്കുന്നു? ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പം സസ്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പം സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സസ്യങ്ങളെ എന്ത് വിളിക്കുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് വിളിക്കുന്നത്? ഉൽപാദകർ. ഇനി ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ സസ്യങ്ങളിലെ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു വർണ്ണകമാണ് എന്ത്? ക്ലോറോഫിൽ അഥവാ ഹരിതകം. നമുക്ക് ഇലകളിലൊക്കെ പച്ച നിറത്തിൽ കാണത്തില്ലേ? അതാണ് ഹരിതകം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഓക്സിജൻ ഇവയാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അപ്പം നമ്മളും ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ശ്വസന ഫലമായി എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം, സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം ഏതാണ്? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഹരിതകം. അപ്പം നമ്മുടെ സസ്യങ്ങൾക്ക് വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് എന്ത്? വർണ്ണകങ്ങൾ. അപ്പം സസ്യത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകത്തിൻ്റെ പേരെന്താണ്? ആന്തോസയാനിൻ. സസ്യങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകത്തിൻ്റെ പേരാണ് കരോട്ടിൻ. സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകത്തിൻ്റെ പേരെന്താണ്? സാന്തോഫിൽ. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. പച്ച നിറം നൽകുന്നതോ ഏതാണ്? ഹരിതകം അഥവാ ക്ലോറോഫിൽ. അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ ഏതാണ്? സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ്? ആർഗൺ. ഏതാണ്? ആർഗൺ. ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്ത വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ്? ആർഗൺ. അടുത്ത് നമ്മൾ എപ്പിഫൈറ്റുകളാണ് പഠിക്കുന്നത്. എപ്പിഫൈറ്റ് വാസ സൗകര്യത്തിനായി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എപ്പിഫൈറ്റുകളെന്ന് പറയുന്നത്.
വാസസൗകര്യത്തിന് വേണ്ടി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണെന്ത്? എപ്പിഫൈറ്റുകൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലമോ പോഷകങ്ങളോ ഇവ സ്വീകരിക്കില്ല. ഇവയുടെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. അപ്പം ഈ സസ്യങ്ങൾ നമ്മുടെ സസ്യങ്ങൾക്ക് ഒരു എന്തെന്നല്ല, ഒരു ദോഷമല്ല. അതായത് വാസസൗകര്യത്തിനായി മാത്രമാണവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പം അവയെ എന്തെന്ന് വിളിക്കുന്നു? എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഓർക്കിഡുകൾ, മരവാഴ. ഓർക്കിഡുകൾ, മരവാഴ എന്തിനുദാഹരണമാണ്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റിനുള്ള ഉദാഹരണം ഏതൊക്കെയാണ്? ഓർക്കിഡുകൾ, മരവാഴ. അടുത്തതായിട്ട് അർദ്ധപരാഗ സസ്യങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന സസ്യങ്ങളെയാണ് അർദ്ധപരാഗ സസ്യങ്ങളെന്ന് പറയുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന സസ്യങ്ങളെ എന്താണ് വിളിക്കുന്നത്? അർദ്ധപരാഗ സസ്യങ്ങളെന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഇത്തിൽക്കണ്ണി, ചന്ദനം. ഇത്തിൽക്കണ്ണി, ചന്ദനം എന്തിൻ്റെ ഉദാഹരണമാണ്? അർദ്ധപരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? ഇത്തിൽക്കണ്ണി, ചന്ദനം. അടുത്തത് പൂർണ്ണപരാഗ സസ്യങ്ങൾ, ടോട്ടൽ പാരസൈറ്റ്സ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലം, പോഷകങ്ങൾ എന്നിവ മുഴുവനായും സ്വീകരിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലം, പോഷകങ്ങൾ എന്നിവ മുഴുവനായും സ്വീകരിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. ഏതൊക്കെയാണ്? മൂടില്ലാത്താളി, റെഫ്ലേഷ്യ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? പൂർണ്ണപരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റെഫ്ലേഷ്യ. അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും. അർദ്ധപരാഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇത്തിൽക്കണ്ണി, ചന്ദനം. പൂർണ്ണപരാഗങ്ങൾക്കോ ഏതൊക്കെയാണ്? മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പൂ ഏതാണ്? റെഫ്ലേഷ്യ. അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഇനി ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ വിളിക്കുന്നത് എന്താണ്? ശവോപജീവികൾ. എന്താണ്? ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ്. അപ്പം അവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നാണ് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നത്. അവയെ വിളിക്കുന്ന പേരെന്താണ്? ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ്. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. ഏതൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. പൂപ്പലുകൾക്ക് ഉദാഹരണം എന്താണ്? കൂണുകൾ, അതായത് മഷ്റൂം. പൂപ്പലുകൾക്ക് ഉദാഹരണം കൂണുകൾ, മഷ്റൂം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ അത് കണ്ടതാണ്. എന്തിലൂടെയാണ്? ആഹാര ശൃംഖലയിലൂടെ, അല്ലേ? അതെ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പം നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവരും ക്ലാസ് കാണുക, നോട്ടൊക്കെ എഴുതുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എല്ലാവരും കമൻസ് രേഖപ്പെടുത്തണം. അപ്പം നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.